ഈ വീഡിയോയിൽ വളരെ സുപ്രധാനമായിട്ടുള്ള 2-3 വിഷയങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന്, IMF എന്തുകൊണ്ടാണ് സി സർട്ടിഫിക്കേഷൻ കൊടുത്തത് ഇന്ത്യയുടെ GDP-യുമായിട്ട് ബന്ധപ്പെട്ട്. അതൊന്ന് നമുക്ക് നോക്കാം. അതിനകത്ത് ഒരുപാട് വെസ്റ്റേൺ താല്പര്യങ്ങൾ അതിനകത്തുണ്ട്. അതുപോലെ ഇന്ത്യക്കുള്ളിലേക്ക് വരേണ്ട ഫോറിൻ ഫണ്ടുകളുടെ നിയന്ത്രണം ഇതെല്ലാം തന്നെ IMF കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ തന്നെയാണ് ഈ റിപ്പോർട്ടുകളുടെ പ്രത്യേകത. 2 വീഡിയോ, അതായത് GDP-യെക്കുറിച്ച് ഒരു വീഡിയോ, അതുപോലെ തന്നെ ഇന്ത്യയിൽ ഉണ്ടാകുന്ന തൊഴിൽ നിയമ പരിഷ്കരണം അതിനെക്കുറിച്ചൊരു വീഡിയോ, 2 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ആ 2 വീഡിയോയും കണ്ടവർക്ക് കൃത്യമായിട്ട് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന വിഷയം കുറച്ചുകൂടെ ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കാരണം IMF-ന്റെ റിപ്പോർട്ടും ഇന്ത്യയിൽ ഇപ്പം നമ്മൾ നിലവിൽ നടപ്പാക്കാനിരിക്കുന്ന ചില നിയമ പരിഷ്കരണങ്ങളൊക്കെ വളരെയധികം കണക്റ്റഡ് ആണ്. ഇപ്പം നിലവിൽ നമ്മൾ നോക്കുന്ന പറഞ്ഞാൽ ഇലോൺ മസ്കിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്. ഇലോൺ മസ്കിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അമേരിക്ക വിൽ നോട്ട് മൂവ് ഫോർവേഡ് വിത്തൗട്ട് ഇന്ത്യൻ ടാലന്റ്. ഇങ്ങനെ തന്നെയാണ് കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇലോൺ മസ്ക് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് ജസ്റ്റ് പുള്ളിക്ക് തോന്നിയ രീതിയിലൊരു സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ ഇന്ത്യക്കാരെ കുറച്ച് അങ്ങ് പ്രീണിപ്പിച്ച് കളയാമെന്ന് വിചാരിച്ചിട്ടോ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് അല്ല. ഈ സ്റ്റേറ്റ്മെന്റ് വളരെ വ്യക്തതയോടുകൂടിയാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് പുള്ളി എന്താണ് ഇന്ത്യക്കാരെ കുറിച്ച് പറഞ്ഞത് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ വളരെ പ്രിസൈസ് ആയിട്ടുള്ള കൺസൈസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പുള്ളി പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് അമേരിക്കയുടെ വളർച്ചയ്ക്ക് ഏറ്റവും അധികം ഗുണകരമായി തീർന്നത് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ്. അതിനകത്ത് പുള്ളിക്ക് ഒരു ഡൗട്ടും ഇല്ല എന്നാണ് പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഇല്ലീഗൽ ഇമിഗ്രന്റുകളുടെ പേരിലുള്ള നിയമ നടപടികൾ? അപ്പോൾ അതിന് നിലവിലെ ട്രംപിനെ പോയിന്റ് ഔട്ട് ചെയ്യാതെ ബൈഡൻ അഡ്മിനിസ്ട്രേഷനെ പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇലോൺ മസ്ക് പറഞ്ഞിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ബൈഡൻ അഡ്മിനിസ്ട്രേഷന്റെ ടൈമിൽ കുത്തഴിഞ്ഞ രീതിയിലുള്ള അമേരിക്കയുടെ എമിഗ്രേഷൻ നിയമവ്യവസ്ഥ, ശരിയായ രീതിയിലുള്ള ഇമിഗ്രേഷൻ പോളിസികൾ ഫോളോ ചെയ്യാതെ ഇല്ലീഗലായിട്ട് ഒരുപാട് ഇമിഗ്രന്റുകൾ കടന്നു വരാനുള്ള സാഹചര്യത്തിന് വഴിയൊരുക്കിയത് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ആണ് എന്നുള്ളതാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യക്കാർ അമേരിക്കയുടെ ഉള്ളിൽ വന്നിട്ട് അമേരിക്കക്കാരുടെ ജോലി തട്ടിയെടുക്കുന്നു, ഇല്ലെങ്കിൽ ഹൈ സാലറി വാങ്ങുന്നു എന്നൊക്കെ അമേരിക്കക്കാർ ആരോപണം പറയുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇലോൺ മസ്ക്. അതിന് കാരണം ഇന്ത്യൻസിന്റെ ടാലന്റ് കൊണ്ടാണ് അവർ ആ ശമ്പളം മേടിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പം ഇതിനകത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കമ്പനികൾക്ക് തന്നെ നമ്മൾ H1B വിസയുമായിട്ട് ബന്ധപ്പെട്ട എപ്പിസോഡിൽ നമ്മൾ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ത്യക്കാർ വാങ്ങുന്ന ശമ്പളം എന്ന് പറഞ്ഞാൽ 1,30,000 മുതൽ 1,60,000 വരെയുള്ള ആ ഒരു സ്കെയിലാണ് ഒരു വർഷത്തേക്കുള്ള സാലറി അവർ ഡ്രോ ചെയ്യുന്നത്. പക്ഷേ ഒരു അമേരിക്കക്കാരനെ പണിക്ക് വെക്കുമ്പോൾ അവന് ടാലന്റും കുറവാണ്, അതേപോലെ പ്രൊഡക്റ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടത്തില്ല, കമ്പനിക്ക് വേണ്ട രീതിയിലുള്ള ആ ഒരു വർക്കും അവനെ കൊണ്ട് ചെയ്തു തരാൻ കഴിയില്ല. $2 ലക്ഷം ഒരു വർഷം അവന് ശമ്പളം കൊടുക്കേണ്ടി വരുന്നു, പ്ലസ് ആനുകൂല്യങ്ങൾ പ്ലസ് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരുന്നു. അപ്പം ഇതാണ് ഒരു അമേരിക്കൻ എംപ്ലോയിയെ ഒരു കമ്പനി എടുക്കുമ്പോഴും ഒരു ഇന്ത്യൻ എംപ്ലോയിയെ കമ്പനി ചൂസ് ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന വ്യത്യാസം. ഇതാണ് കൃത്യമായിട്ട് ഇലോൺ മസ്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ഇന്ത്യൻസിനെ ഹയർ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു വിലയിരുത്തലാണ് നടത്തിയിരിക്കുന്നത്. ഇലോൺ മസ്കിന്റെ കമ്പനികളിൽ ഒരുപാട് ഇന്ത്യക്കാരുണ്ട്. ഗ്ലോബലി, ആഗോളതരത്തിൽ നമ്മൾ ചീപ്പ് ലേബറിനെ അല്ല സെലക്ട് ചെയ്യുന്നത്, മറിച്ച് നമ്മൾ ഗുഡ് ടാലന്റുകളെയാണ് സെലക്ട് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗുഡ് ടാലൻസ്, ആ ടാലന്റ് ഇന്ത്യക്കാരാകുന്നതിൽ അമേരിക്ക അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇന്ത്യൻ ഇമിഗ്രൻസ് ആർ ഡ്രൈവിംഗ് അമേരിക്കൻ ഇന്നോവേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അമേരിക്കൻ ബോർഡർ നിയന്ത്രിക്കാനുള്ള കൃത്യമായിട്ടുള്ള വാണിംഗും കൂടി ഇലോൺ മസ്ക് പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഗവൺമെന്റ് ഇല്ലീഗലായിട്ട് വരുന്ന ഇമിഗ്രന്റുകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ കർശനമായിട്ടുള്ള നടപടി എടുക്കണം. ഇതിനു പകരം ടാലന്റ് ആയിട്ടുള്ള വ്യക്തികളെ അമേരിക്കയുടെ ഭാവിക്ക് വേണ്ടിയിട്ടും അമേരിക്കയുടെ ടെക് മേഖലയിൽ നല്ല രീതിയിലുള്ള പുരോഗതി കൊണ്ടുവരാനും, അതായത് അമേരിക്കൻ കമ്പനികൾ അവരുടെ കോമ്പറ്റിറ്റീവ്നെസ്, വേൾഡ് വൈഡ് ഉള്ള കോമ്പറ്റിറ്റീവ്നെസ് നിലനിർത്താനും വേണ്ടിയിട്ട് നല്ല ടാലന്റുകളെ ഹയർ ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത്, ആഗോളതരത്തിൽ ഹയർ ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് അത് അമേരിക്കയ്ക്ക് ഗുണകരമാവുന്ന കാര്യമാണ്. അവിടെ കയറിയിട്ട് ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് മറ്റുള്ള നാഷണാലിറ്റികളെ, ഇതര നാഷണാലിറ്റികളെ കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയുന്നതിൽ യോജിപ്പില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിനോടൊപ്പം അതേ തരത്തിലുള്ള ഈക്വൽ ക്വാളിറ്റിയിൽ പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ടാലന്റുകൾ അമേരിക്കയുടെ ഉള്ളിലുണ്ടോ, അതിനെ റീപ്ലേസ് ചെയ്യാനെന്നും കൂടെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെയാണ് ലാക്കിംഗ്. എവിടെയാണ് അമേരിക്കയുടെ പരാജയം? ഇവിടെയാണ് അമേരിക്കയുടെ പരാജയം. എഞ്ചിനീയേഴ്സ്, സയന്റിസ്റ്റ്, ടെക്നീഷ്യൻസ് ഫ്രം ഇന്ത്യ, അതുപോലെ മെനി ഇന്ത്യൻ ടാലന്റ്സ് ആർ CEOs ഇൻ അമേരിക്കൻ ടെക് ഫേം. ഇതൊന്നും തന്നെ അവരെ ഡയറക്റ്റ് ആയിട്ട് CEO ആയിട്ട് കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തിയതല്ല. അവരവരുടെ കഴിവ് കൊണ്ട്, ടാലന്റ് കൊണ്ട് ഉയർന്ന് ആ പദവിയിൽ എത്തിയതാണെന്നാണ് ഇലോൺ മസ്ക് ഇവിടെ അടിവരയിട്ട് പറയുന്നത്. മസ്ക് പോയിന്റഡ് ഔട്ട് ദാറ്റ് മെനി ഓഫ് ദ വേൾഡ് ലീഡിംഗ് ടെക് കമ്പനീസ് ടുഡേ ഹാവ് പീപ്പിൾ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഇൻ ലീഡർഷിപ്പ് പൊസിഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അമേരിക്കക്കാർ ഇനിയെങ്കിലും ഇന്ത്യൻസ് ഞങ്ങളുടെ ജോബ് ഗ്രാബ് ചെയ്ത് പോകുന്നു, തട്ടിയെടുക്കുന്നു എന്നുള്ള ആ ഒരു പരാതി നിങ്ങൾ ഒഴിവാക്കണം. അത് പരാതി മാത്രമാണ്. അവർ ചെയ്യുന്ന അതേ ജോലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ സ്വയം വിലയിരുത്തേണ്ടതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അമേരിക്കൻസ് റിയൽ പ്രോബ്ലം ഈ ഷോർട്ടേജ് ഓഫ് ഹൈലി സ്കിൽഡ് പ്രൊഫഷണൽസ് എന്നാണ് പറയുന്നത്.
അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത നിലയിൽ ഇന്ത്യക്കാരുടെ റോൾ അമേരിക്കയുടെ ഉള്ളിൽ പ്രത്യേകിച്ച് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ മേഖലയിൽ മികച്ച കോൺട്രിബ്യൂഷൻ ആണ് ഇന്ത്യൻസ് നൽകുന്നത് എന്നാണ് ഇലോൺ മസ്ക് അവകാശപ്പെടുന്നത്. ഇത് അവകാശം മാത്രമല്ല, ഇത് റിയാലിറ്റിയാണ്. നിങ്ങൾക്ക് ബോർഡർ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ആ രീതിയിൽ പരിഗണിക്കൂ, അല്ലാതെ റിയൽ ആയിട്ട് ഇവിടെ വാലിഡ് ആയിട്ട് വിസ എടുത്ത് ജോലിക്ക് വരുന്ന ആൾക്കാരെ തടയുന്നതല്ല ഇമിഗ്രേഷൻ നിയമം. ഇമിഗ്രേഷൻ നിയമം ഇല്ലീഗലായിട്ട് വരുന്നവരെ തടയാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അത് മാത്രം ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ബാലൻസ്ഡ് ആക്ട് ആണ് ഇമിഗ്രേഷൻ പോളിസിയിൽ വേണ്ടത്, അല്ലാതെ എല്ലാവരെയും ഒരേപോലെ, അതായത് അന്യരാജ്യത്ത് നിന്ന് അമേരിക്കയുടെ ഉള്ളിലേക്ക് വരുന്ന എല്ലാവരെയും ലീഗലായിട്ട് വിസ എടുത്ത് അപ്രൂവൽ വാങ്ങി അമേരിക്കയുടെ ഉള്ളിൽ വരുന്ന എല്ലാവരെയും ഒരേപോലെ അല്ല കരുതേണ്ടത്. ഇല്ലീഗൽസ് ആർ ഇല്ലീഗൽസ്, അവരെ ആ രീതിയിൽ കരുതുക. പ്രോപ്പർ ചാനലിലൂടെ അമേരിക്കയുടെ ഉള്ളിലേക്ക് വരുന്നവരെ മാന്യമായ രീതിയിൽ മര്യാദയോട് നടത്താനുള്ള ആ ഒരു മാർഗം അതാണ് നോക്കേണ്ടത്. ഒരു ബാലൻസ്ഡ് ഇമിഗ്രേഷൻ പോളിസിയാണ് വേണ്ടത് എന്നാണ് ഇലോൺ മസ്ക് പറഞ്ഞു വെക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ അമേരിക്ക ടെക് ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത കോമ്പറ്റീറ്റേഴ്സിന്റെ മുന്നിൽ നിലംപൊത്തി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സിലിക്കൺ വാലികൾ ലോകമെമ്പാടും മറ്റു പല രാജ്യങ്ങളിലും ഉണ്ടാകും, അവിടെയൊക്കെ ഇന്ത്യക്കാർ പോയി പണിയെടുക്കും എന്നാണ് പറയുന്നത്. അല്ലാതെ അമേരിക്കയ്ക്ക് മാത്രമാണ് സിലിക്കൺ വാലി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, അതൊക്കെ പഴയ കാലമാണെന്നാണ് ഓർമ്മിപ്പിക്കുന്നത് ഇലോൺ മസ്ക്. ടെസ്ല ലോകമെമ്പാടും ആൾക്കാരെ ഹയർ ചെയ്യുന്നുണ്ട്, ഇന്ത്യക്കാരെയും ഹയർ ചെയ്യുന്നുണ്ട്, പക്ഷേ ടാലന്റുകളെയാണ് അവർ സെർച്ച് ചെയ്യുന്നത്, അല്ലാതെ കുറഞ്ഞ ചീപ്പ് ലേബറിനെ അല്ല അവർ സെലക്ട് ചെയ്യുന്നതെന്നാണ് പറഞ്ഞു വെക്കുന്നത്. പിന്നെ ഇന്ത്യക്കാർക്ക് ഇലോൺ മസ്ക് കൊടുക്കുന്ന ഒരു ഉപദേശം എന്ന് പറഞ്ഞാൽ, ഇന്ത്യക്കാർ ഒരുപാട് എന്റർപ്രണേഴ്സ് ഉണ്ട്, അതായത് അമേരിക്കയുടെ ഉള്ളിൽ വന്നിട്ട് ബിസിനസ് ഫേം, അതായത് ടെക്നോളജി ബിസിനസ് ഫേം തുടങ്ങിയ ആൾക്കാർ ഒരുപാടുണ്ട്. അവർക്കൊക്കെ കൊടുക്കുന്ന ഉപദേശം ഈവൻ ആഗോളതലത്തിൽ തന്നെയാണ് പറയുന്നത്. നിങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മണി ഓറിയന്റഡ് ആവരുത്. ഉപദേശം നമ്പർ 1, നിങ്ങൾ ചെയ്യേണ്ട ജോലി കൃത്യമായിട്ട് ചെയ്യുക, ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ബിസിനസ്സുകൾ തുടങ്ങുക, ആ സർവീസ് വളരെ വൃത്തിയായിട്ട് ചെയ്യുക. നിങ്ങളുടെ ഫോക്കസ് സർവീസ് ചെയ്യുന്നതിലായിരിക്കണം. അപ്പൊ അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് മണി താനേ വന്നോളൂ. അപ്പൊ അത് പുള്ളിക്കാരൻ പറഞ്ഞ ആ ഒരു സെന്റൻസ് തന്നെ ഞാനിവിടെ പറയാം. His message is clear. Don't follow the money, create value. Create products and service that benefit society. Work hard. Go forward knowing that future will come. If you create value, the money will come naturally. അപ്പം ഈ ഒരു സെന്റൻസ് ആണ് പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. നമ്മൾ GDP-യുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഇട്ടപ്പോഴത്തേക്കും പലരും കറൻസി മൂല്യവുമായിട്ട് ബന്ധപ്പെട്ട് പലർക്കും അങ്കലാപ്പുണ്ട്. ഈ കറൻസി മൂല്യം ഇങ്ങനെ 89.46 എന്നൊക്കെ പറഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇത് നല്ലതാണോ, ഇതിങ്ങനെയാണോ ഒരു രാജ്യത്തിന്റെ ഗ്രോത്ത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും കറൻസി വാല്യൂ ഒരു പരിധി വരെ നമുക്ക് ലോയിൽ തുടർന്ന് തന്നെയാണ് നല്ലത്. പിന്നെ ഏത് ലെവൽ വരെ ഇടിഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ അത് സ്റ്റേബിൾ ആയിട്ട് നിൽക്കണം. അത് സ്റ്റെബിലൈസ് ചെയ്ത് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിലാണ് പ്രശ്നമുള്ളത്. അപ്പോൾ ഒരു അൺസർട്ടനിറ്റി ക്രിയേറ്റ് ആവും, ഇൻവെസ്റ്റേഴ്സ് വരത്തില്ല. നമ്മൾ 88 ആണെങ്കിൽ 88, 89 ആണെങ്കിൽ 89, ആ രീതിയിൽ സ്റ്റോപ്പ് ആവണം. അത് വോളറ്റൈലിറ്റി കാണിക്കുന്നുണ്ടെങ്കിൽ, ചാടിക്കളിക്കുന്നുണ്ടെങ്കിൽ അത് കൂടുന്നു എന്നുള്ള ഒരു അവസ്ഥയിൽ പോയി കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിനെ അത് അട്രാക്ട് ചെയ്യില്ല. ഈ രാജ്യത്തിനുള്ളിൽ, അതായത് ഫോറിൻ മണി കടന്നു വരണമല്ലോ. ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കുള്ളിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോഴാണ് നമുക്ക് കറൻസി വാല്യൂവിൽ നിശ്ചിത തോതിൽ ഡോളറിനെതിരെ പിടിച്ചു നിൽക്കാൻ നമുക്ക് ഇച്ചിരി സഹായമാവുള്ളൂ. പക്ഷേ അതേ സാഹചര്യത്തിൽ, കാരണം നമ്മൾ 85% നമ്മുടെ എനർജി നമ്മൾ വെളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഓയിൽ പ്രൈസിൽ വർധനവ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ കറൻസി എക്സ്ചേഞ്ച് ചെയ്ത്, അതായത് നമ്മൾ ഇന്ത്യൻ മണി കൺവേർട്ട് ചെയ്ത് ഡോളർ ആക്കിയിട്ട് നമ്മൾ ഓയിലിന് വേണ്ടിയിട്ട് പേയ്മെന്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളുടെ ഇന്ത്യൻ റുപ്പി കൂടുതൽ കൊടുത്തു. ഇന്നലെ വരെ നമ്മൾ 88 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് $1 കിട്ടുന്നുവെങ്കിൽ, അപ്പോൾ ഇന്നാകുമ്പോഴത്തേക്ക് 89.50 കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് 89.50 കൊടുത്താൽ മാത്രമാണ് നമുക്ക് $1 കിട്ടുക. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമ്മളുടെ മൂല്യം കുറയും. അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച രാവിലെ ശരിക്കും നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് പോസിറ്റീവ് മോഡോടുകൂടി തന്നെയാണ് നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ആയത്. പക്ഷേ അവസാനം നമ്മൾ ക്ലോസ് ചെയ്ത സമയത്ത് ഫ്ലാറ്റ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. ഫ്ലാറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ IMF ഉൾപ്പെടെയുള്ള ആഗോളതരത്തിലെ ഇന്ത്യയെക്കുറിച്ചുള്ള നെഗറ്റീവ് സ്പ്രെഡിങ്, അതാണ് മെയിനായിട്ടുള്ള കാരണം. അവർ പറയുന്ന പറഞ്ഞാൽ നമ്മൾ 2011-14 ആ ഒരു ടൈം ലൈനിൽ നമ്മൾ വെച്ചിരുന്ന ബേസിക് മെട്രിക്സ്, ആ ഒരു ടൈമിലുള്ള ബേസിക് മെട്രിക്സ് വെച്ചിട്ടാണ് നമ്മളുടെ GDP മെഷർമെന്റ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന്റെ ടൂൾസിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അത് പഴയ മെട്രിക്സ് ആണ്. ഇപ്പോൾ ഒരുപാട് രാജ്യം പുരോഗമിച്ചിട്ടുണ്ട്, ഒരുപാട് GDP-യിൽ നമ്മൾ വളർച്ച നേരിട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ 2021-24 ആ ഒരു ടൈം ലൈൻ അനുസരിച്ചുള്ള പുതിയ മെട്രിക്സ് അപ്ലൈ ചെയ്തുകൊണ്ടുള്ള മെഷർമെന്റ്സ് ആണ് എടുക്കേണ്ടത് എന്നാണ് IMF പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മളുടെ പാരാമീറ്റേഴ്സ്, നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള മെഷർമെന്റ്സ്, ഏതൊക്കെ ടൂൾ വെച്ചിട്ട് നമ്മളുടെ ഡേറ്റ, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ആയിട്ട് അവർ നമ്മളുടെ ഡേറ്റ ശരിയല്ല, അതായത് GDP-യിൽ വലിയ തകർച്ചയുണ്ടെന്നല്ല അവർ പറയുന്നത്, ഡേറ്റ റിലയബിൾ അല്ല എന്നുള്ള ഒരു വാക്ക് അവർ വളരെ ടാക്ടിക്സ് ആയിട്ടാണ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു വാക്ക് വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വാക്കാണ്. അതായത് ഡേറ്റ റിലയബിൾ അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് C കാറ്റഗറി കൊടുത്തിരിക്കുന്നത്. C എന്ന് പറയുമ്പോഴത്തേക്ക് സെക്കൻഡ് ലാസ്റ്റ് പൊസിഷനാണ്. ABCD എന്നുള്ള 4 കാറ്റഗറിയാണ് കൊടുക്കുന്നത്. അതിൽ C എന്നാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് മെയിനായിട്ടും ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ ഇപ്പോഴും അട്രാക്ട് ചെയ്യാൻ ഇന്ത്യക്ക് ബുദ്ധിമുട്ടുണ്ട്. അതാണ് മെയിനായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ
പൈസ പിൻവലിക്കുന്നതുകൊണ്ടാണ് നമ്മളുടെ കറൻസി മൂല്യം ഇങ്ങനെ താഴോട്ട് ഡിപ്പായി നിൽക്കുന്നത്. കൂടുതൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗുണകരമാവും. പക്ഷേ അത് വരാൻ വേണ്ടിയിട്ട് വെസ്റ്റേൺ രാജ്യങ്ങളായിക്കോട്ടെ, അമേരിക്ക പോലത്തെ രാജ്യങ്ങളെല്ലാം തന്നെ അവർ ഇതിന്റെ പുറകിൽ, ഇന്ത്യയുടെ പുറകിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ ഓരോ റിപ്പോർട്ടുകൾ പുറത്തിറക്കുക. ഒരു മാസത്തിന് മുമ്പ് വരെ IMFന് ഈ പ്രശ്നമില്ലായിരുന്നു. ഇപ്പോൾ റീസെന്റ് ആയിട്ടാണ് IMF ഇങ്ങനെ വെസ്റ്റേൺ താല്പര്യങ്ങൾ കാണിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തിറക്കുന്നത്. ഇന്ത്യക്കുള്ളിൽ ഡൊമസ്റ്റിക് മാർക്കറ്റ് തന്നെയാണ് ബൂസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഡൊമസ്റ്റിക് മാർക്കറ്റ് ബൂസ്റ്റ് ചെയ്ത് കൊണ്ടാണല്ലോ ഇപ്പോൾ GST കട്ട്. GST അങ്ങ് ഉഗാണ്ടയിലുള്ളവനല്ലല്ലോ GST ഇന്ത്യയിലുള്ള ആൾക്ക് തന്നെയാണ്. GST ഇന്ത്യക്കുള്ളിലാണ്. ഇന്ത്യക്കാരുടെ കയ്യിൽ പണം എത്തിക്കാൻ വേണ്ടിയിട്ട് GST സ്ലാബ് കട്ട് കൊടുത്തിരുന്നു. അതേപോലെ ഇൻകം ടാക്സിൽ ചില ഇളവുകൾ വരുത്തിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്കുള്ളിൽ ഈ ഒരു GDP ഗ്രോത്ത്. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യക്കുള്ളിൽ ഇതേ നിലയിൽ തന്നെ തുടർന്നാലും നെക്സ്റ്റ് ഒരു 3 ക്വാർട്ടറിൽ നമുക്ക് ഇതേപോലെ ഒരു 8.2, 8.5 ആ റേഞ്ചിലൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ ഡൊമസ്റ്റിക് മാർക്കറ്റ് പുഷ്ടിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. പിന്നെ മറ്റുള്ളവർ പറയുന്നത് പോലെ ഇനി മൂന്നാമത്തെ 4ാമത്തെ ക്വാർട്ടറിലും കൂടി നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നമ്മുടെ GDP കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റൂ എന്നുള്ള രീതിയിലൊന്നുമല്ല. ഇത് വളരെ വ്യക്തമായിട്ടുള്ള ഇന്ത്യയുടെ ഗ്രോത്ത് ആണ്. ഇന്ത്യയുടെ ഗ്രോത്ത് തടഞ്ഞു നിർത്താൻ പറ്റുന്ന ഒരു സംഗതിയല്ല. അത് ഇന്ത്യയുടെ പ്ലാറ്റ്ഫോം കൃത്യമായിട്ട് എവിടെയൊക്കെ ഗ്രോത്ത് ഉണ്ടെന്നുള്ളത് വ്യക്തമായിട്ട്, അതായത് ഇന്ത്യ എവിടെയാണോ ശരിക്കും ഗ്രോത്ത് രേഖപ്പെടുത്തേണ്ടത് അവിടെ തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ മേഖല ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് അവൈലബിലിറ്റി ഉണ്ട്, ഇവിടെ ഓപ്ഷൻസ് ആണ്. അപ്പൊ ആ രീതിയിൽ ഡെവലപ്മെന്റ് കാത്തു കിടക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പൊ അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ വൈഡ് റേഞ്ചിൽ കിടക്കുന്ന സമയത്ത് ആർക്ക് വേണേലും ഇപ്പൊ ബുള്ളറ്റ് ട്രെയിനൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. മുംബൈ അഹമ്മദാബാദ് എന്നുള്ള രീതിയിലുള്ള ബുള്ളറ്റ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ജപ്പാനാണ് അതിന്റെ കോൺട്രാക്ട് ഏറ്റെടുത്തിരിക്കുന്നത്. വേറെ ഇന്ത്യക്കുള്ളിൽ എവിടെയൊക്കെ ബുള്ളറ്റ് ട്രെയിനിന്റെ പദ്ധതി ഉണ്ട്, ഇനി എവിടെയൊക്കെ നമുക്ക് പോസിബിലിറ്റി ഉണ്ട്? ബുള്ളറ്റ് ട്രെയിൻ ഇന്ത്യക്കുള്ളിൽ മുംബൈ അഹമ്മദാബാദ് ആ ഒരു റൂട്ടിൽ മാത്രമേ സാധിക്കുകയുള്ളൂ, ഇല്ലല്ലോ. അതായത് ഇനി ഇന്ത്യക്കുള്ളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതേപോലത്തെ ഡെവലപ്മെന്റുകൾ വരാനുണ്ട്. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്കും ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് വരും ഇന്ത്യക്കുള്ളിൽ. പക്ഷെ അതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ് ഈ വെസ്റ്റേൺ രാജ്യങ്ങൾ. അതുകൊണ്ടാണ് ഇന്ത്യ ഈ രീതിയിൽ സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഇപ്പം ഈ താരിഫിന്റെ പ്രഷർ, അഥവാ അമേരിക്കയുടെ സൈഡിൽ നിന്നുള്ള ഈ ഒരു പ്രഷർ, അഥവാ വെസ്റ്റേൺ രാജ്യങ്ങളുടെ ഈ ഇരട്ടത്താപ്പ്, ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ GDP ഇതല്ല, ഇതിന് മുകളിൽ കുതിച്ചുയരാനുള്ളതാണ് ഇന്ത്യയുടെ GDP. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമ്മൾ ആകെ കൂടി ഇപ്പം നമ്മൾ സ്റ്റോപ്പായി നിൽക്കുന്നത് ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്. ഈ ഫോറിനേഴ്സ് ഇന്ത്യക്കുള്ളിൽ നിന്നും ഈ ട്രംപിന്റെ ഈ ഉഡായ്പ പരിപാടി കൊണ്ട് പിൻവലിച്ചുകൊണ്ട് പോയ ഫോറിൻ ഫണ്ട് ഇവിടെ ഷോർട്ടേജ് ആണ്. ഷോർട്ടേജ് മീൻസ് അവർ ഇന്ത്യക്കുള്ളിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തണം എന്നുണ്ടെങ്കിൽ അവരുടെ രാജ്യത്തു നിന്നുള്ള പോസിറ്റീവ് നോട്ട് വേണം. IMF തന്നെയാണ് ഇന്ത്യയെക്കുറിച്ച് C എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പം നമുക്കിതിനകത്ത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡൊമസ്റ്റിക് വെച്ച് തന്നെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. നമ്മൾ പ്രൊജക്ട് ചെയ്യുകയാണ്, ഞങ്ങളുടെ GDP ഗ്രോത്ത് ഇതാണെന്നുള്ളത് നമ്മൾ പ്രൊജക്ട് ചെയ്യാണ്. നമ്മൾ തീർച്ചയായിട്ടും ബുദ്ധിപരമായിട്ട് തന്നെയാണ് നമ്മൾ കളിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫിഗർ നമുക്ക് പ്രൊജക്ട് ചെയ്ത് കാണിക്കാൻ കഴിഞ്ഞു. ഇനി അവർ എന്ത് തരത്തിലുള്ള സ്റ്റോറി വേണമെങ്കിൽ ഉഡായ്പ സ്റ്റോറികളൊക്കെ അവർ ഇറക്കും. പക്ഷെ അതിന്റെ റിയാലിറ്റിയിൽ അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇൻഫോർമൽ ഇൻകം, ഇൻഫോർമൽ എന്ന് ഞാൻ ഫോർമൽ ഇൻഫോർമൽ എന്ന് പറഞ്ഞിട്ട് 2 ജോബ് കാറ്റഗറിയെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ ഇൻഫോർമൽ ജോബ് കാറ്റഗറിയെ ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമായിട്ട് IMF ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പൊ എന്തുകൊണ്ടാണ് ഇന്ത്യ ഈ എംപ്ലോയി നിയമം പരിഷ്കരിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും പെട്ടെന്ന് തീരുമാനമെടുത്തത് എന്നുള്ളത് മനസ്സിലായല്ലോ. അതായത് ഇൻഫോർമൽ കാറ്റഗറി കൃത്യമായിട്ട് IMF ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏതാണ്ട് 610 മില്യൺ എംപ്ലോയീസ് ആണ് ഇന്ത്യക്കുള്ളുള്ളത്. അതിനകത്ത് 597 മില്യൺ എംപ്ലോയീസ് ഇൻഫോർമൽ ആണ്. ആ ഇൻഫോർമൽ വർക്കേഴ്സിനെ ഫോർമൽ വർക്കേഴ്സായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും ആദ്യം നിയമം ഇറക്കേണ്ടത്. അപ്പോൾ അതിനകത്ത് ഈ കമ്പനി പോളിസികളെല്ലാം കൂടി അങ്ങ് കൂട്ടിക്കുഴച്ച് ഒരു പരുവത്തിലാക്കി അതിനെ അവതരിപ്പിക്കാൻ പറ്റാതെ ഈ ഫാർമേഴ്സ് ബില്ല് ഇറക്കിയ സമയത്ത് ഉണ്ടായ തിരിച്ചടി പോലെ ആകാതെ ഗവൺമെന്റ് കുറച്ചുകൂടെ സുതാര്യമായിട്ട് ഇത് കൈകാര്യം ചെയ്ത് വേണ്ട രീതിയിൽ ഇൻഫോർമൽ എംപ്ലോയീസിനെ എത്രയും വേഗം ഫോർമൽ എംപ്ലോയീസ് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള നിയമം സെപ്പറേറ്റ് ആയിട്ട് അവതരിപ്പിച്ച് അതിന് വേണ്ടിയിട്ടൊരു ബില്ല് പാസ്സാക്കി എത്രയും വേഗം അത് നടപ്പിലാക്കണം. അത് നടപ്പിലാക്കി കഴിഞ്ഞാൽ ഈ ഫൈനാൻഷ്യൽ മേഖലയിൽ IMF ചൂണ്ടിക്കാണിക്കുന്ന ഈ ഒരു മേഖലയിൽ നമുക്ക് കൃത്യമായിട്ടുള്ള റെക്ടിഫിക്കേഷൻ കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ ബേസിക് സാലറിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളായിക്കോട്ടെ അതൊക്കെ കുറച്ചുകൂടെ ടൈം എടുത്ത് ചർച്ച നടത്തി പരിഹരിച്ച് മുന്നോട്ട് പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഈ Nifty 50 ഇൻഡെക്സ് ഇച്ചിരി വോളറ്റൈൽ ആയിട്ടാണ്, ഫ്ലാറ്റ് ആയിട്ടാണ് ക്ലോസ് ആയത്. 12.60 പോയിന്റ് ആണ് ഇന്ന് വീഴ്ച രേഖപ്പെടുത്തിയത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ 0.05% ആണ്. 26,202 ആയിരുന്നു സെൻസെക്സ് പെർഫോം ചെയ്തിരുന്നത്. അത് ക്ലോസ് ചെയ്ത സമയത്ത് 26,175 എന്നുള്ള ലെവലിലാണ് അത് ഡിക്ലൈൻ ആയത്. ചെറുതായിട്ടൊരു വീഴ്ച, അതാണ് ഒരു സ്ലൈറ്റ് ഡിക്ലൈൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ ഒരാഴ്ചയിൽ തന്നെ ഈ നിഫ്റ്റി ഇൻഡെക്സ് നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള സാധ്യത 26,300 മുതൽ 26,600 വരെ ഉയർന്നു പോകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യ 2022-23 ബേസിക് മെട്രിക്സ് വെച്ചിട്ട് ഉള്ള മെഷർമെന്റ്സ് സ്റ്റാർട്ട് ചെയ്യും. അത് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഫോർമൽ ഇൻഫോർമൽ എന്ന് പറഞ്ഞ ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ടുള്ള തീരുമാനമെടുത്ത് അങ്ങനെ മാറ്റുമ്പോഴത്തേക്ക് മാത്രമാണ് ഈ IMFന്റെ മെട്രിക്സ് അവർ നമുക്ക് കൃത്യമായിട്ട് ഓക്കെ ഇന്ത്യ C ലെവൽ അല്ല, A കാറ്റഗറി അഥവാ B കാറ്റഗറി എന്നുള്ള ലെവലിൽ ഇന്ത്യയെ അവർ അപ്ലിഫ്റ്റ് ചെയ്യുകയുള്ളൂ.
അമേരിക്കയുമായിട്ട് ഒരു പ്രശ്നപരിഹാരം നടന്നില്ല എന്നുണ്ടെങ്കിൽ അവർ നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഇന്ത്യ ഗ്രോത്ത് തുടർച്ചയായിട്ട് രേഖപ്പെടുത്തിക്കൊണ്ടേ പോകണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മൾ അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, ഗവൺമെന്റ് ഫണ്ട് സമാഹരിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലും ഫണ്ട് സമാഹരിക്കാൻ വേണ്ടിയിട്ട്, അതായത് പൊതുജനങ്ങളെ ഉപദ്രവിക്കാതെ ഫണ്ട് സമാഹരിക്കാനാണ് ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ബേസിക് സാലറി 50% മാൻഡേറ്ററി ആക്കണം എന്നുള്ള രീതിയിലുള്ള നിയമം കൊണ്ടുവരുന്നത്. ആ ബേസിക് സാലറിയിൽ നിന്നും PF കട്ട് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ഫണ്ട് എക്സ്ട്രാ സേവിങ്സ് എന്നുള്ള നിലയിൽ, അതായത് എംപ്ലോയീസിന് സേവിങ്സ് എന്നുള്ള നിലയിൽ PF കുറച്ച് കൂടുതൽ ഫണ്ട് പിടിക്കുമ്പോഴത്തേക്കും ആ ഫണ്ട് തികച്ചും സെൻട്രൽ ഗവൺമെന്റിന് ഗുണകരമാവും എന്ന് ഗവൺമെന്റ് കരുതുന്നുണ്ട്. അത് നമ്പർ 1 പോയിന്റ്. അതുപോലെ വീണ്ടും ഫൈനാൻഷ്യൽ മിനിസ്ട്രി ബാങ്ക് ലയനം, പൊതുമേഖലാ ബാങ്ക് ലയനം വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. ബാങ്ക് ഓഫ് ബറോഡ മാത്രമാണ് ഇത്തിരി വിയോജിപ്പ് രേഖപ്പെടുത്തുന്നത്. നിലവിലെ പൊതുമേഖലയിലെ ഇന്ത്യക്കുള്ളിൽ 12 ബാങ്കുകളാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും ലോകത്തിലെമ്പാടും വെച്ചിട്ടുള്ള മെഗാ ബാങ്കുകളെ ലിസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇന്ത്യയുടെ ബാങ്ക് ആദ്യത്തെ 20 എണ്ണത്തിൽ പോലും വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് ഒരു മെഗാ ബാങ്ക് ഇന്ത്യക്കുള്ളിൽ നിന്നും ലിസ്റ്റ് ചെയ്യപ്പെടണം ആഗോളതലത്തിൽ എന്ന് ഇന്ത്യൻ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നുണ്ട്. ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഡയറക്റ്റ് ആയിട്ട് നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് ഈ ഒരു ഡിസ്കഷൻ നടത്തുന്നത്. SBI, പഞ്ചാബ് നാഷണൽ ബാങ്ക്, കാനറ ബാങ്ക്, ഈ 3 ബാങ്കുകൾ മെയിൻ ബാങ്കുകളായിട്ട് നിലനിർത്തിക്കൊണ്ട് മറ്റു പൊതുമേഖലയിലുള്ള ബാങ്കുകളെ ഈ 3-ൽ1 ബാങ്കിൽ ലയിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, യൂക്കോ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ഈ 3-നെയും SBIയിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിപ്പിക്കാനാണ് തീരുമാനം. ബാങ്ക് ഓഫ് ബറോഡ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, ഈ 3 ബാങ്കുകളെയും പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിപ്പിക്കാനാണ് തീരുമാനം. ഇതിൽ ബാങ്ക് ഓഫ് ബറോഡയ്ക്ക് വിയോജിപ്പുണ്ട്. അപ്പോൾ ബാങ്ക് ഓഫ് ബറോഡ വീണ്ടും ഒരു സെപ്പറേറ്റ് ബാങ്ക് ആയിട്ട് തന്നെ നിലനിന്ന് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അവർ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അതുപോലെ തന്നെ യൂണിയൻ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, ഇത് 3ഉം കൂടി കാനറ ബാങ്കിൽ ലയിപ്പിക്കാനാണ് ശ്രമം. നമ്മുടെ റിസർവ് ബാങ്ക് ഇതുവരെ റിപ്പോ നിരക്കിൽ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. പക്ഷേ ഇനി വരാൻ പോകുന്ന ബഡ്ജറ്റിൽ തീർച്ചയായിട്ടും റിപ്പോ നിരക്കിൽ മാറ്റം വരുത്തും. പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ള വാർത്തയും കേൾക്കുന്നുണ്ട്. അതായത് ഈ ലോൺ അടയ്ക്കുന്നവർക്ക്, ഹൗസിംഗ് ലോണൊക്കെ പേ ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടെ കൺവീനിയന്റ് ആയിട്ട് ചെറിയൊരു വ്യത്യാസം ആ ഒരു അടവിൽ പ്രീമിയത്തിൽ കുറവ് രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ലോൺ വിതരണം ചെയ്യാനുള്ള സാധ്യത കൂടുതൽ. അതിനെ മെഗാ ബാങ്കുകൾ സൃഷ്ടിക്കുക, എന്നിട്ട് അതിൽ നിന്നും വൻ തുകകൾ പ്രോജക്റ്റുകൾക്ക് ലോൺ കൊടുക്കാൻ വേണ്ടിയിട്ട്, പ്രോജക്റ്റുകൾക്ക് ഗവൺമെന്റ് പബ്ലിക് സെക്ടറിൽ നടപ്പിലാക്കുന്ന പ്രോജക്റ്റുകൾക്ക് ബാങ്ക് ത്രൂ ലോൺ കൊടുക്കാനും, അതേപോലെ SME കമ്പനികൾ, പുതിയ സംരംഭങ്ങൾ ഇന്ത്യക്കുള്ളിൽ തുടങ്ങാൻ വേണ്ടിയിട്ട് ലോൺ ഫെസിലിറ്റി എളുപ്പമാക്കാനുമാണ് ഈ രീതിയിൽ ശ്രമിക്കുന്നത്. അതോടൊപ്പം ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു ബാങ്ക് മെഗാ ബാങ്കുകളുടെ, വേൾഡ് മെഗാ ബാങ്കുകളുടെ പട്ടികയിൽ 20-നുള്ളിൽ ഒരു സ്ഥാനം പിടിച്ചടക്കാനും ശ്രമിക്കുന്നുണ്ട്. ഈ മണി ഇൻഫ്ലോ ഔട്ട്ഫ്ലോ നല്ല രീതിയിൽ ഹൈ ക്വാണ്ടിറ്റിയിൽ നടക്കണം. അങ്ങനെ നടക്കണം എന്നുണ്ടെങ്കിൽ ഈ ബാങ്കുകളെ ലയിപ്പിച്ച് ആ രീതിയിലേക്ക് ഒരു ബാങ്കിനെ ഉയർത്തിക്കൊണ്ട് വരാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ എന്തായാലും കുറെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും മറ്റൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.